കാൽപന്തിന്റെ സുൽത്താൻമാർ ഇന്ന് ചരിത്രത്തിലെ ഏറ്റവും വലിയ പരീക്ഷണത്തെ നേരിടാൻ ഇറങ്ങുകയാണ്. ഒരു വശത്ത് 5 വട്ടം ലോക കിരീടം ചൂടിയ ബ്രസീൽ എന്ന വൻമരം, മറുവശത്ത് യൂറോപ്പിൽ നിന്നും വീശിയടിക്കുന്ന നോർവീജിയൻ കൊടുങ്കാറ്റ്. ഇത് വെറും ഒരു ഫുട്ബോൾ മത്സരമല്ല, ഇത് ജോഗോ ബൊണീറ്റോയുടെ സുന്ദരമായ നൃത്തച്ചുവടുകളും വൈക്കിങ്സിന്റെ ക്രൂരമായ പവർ ഫുട്ബോളും തമ്മിലുള്ള ജീവൻ മരണ പോരാട്ടമാണ്. ലോകകപ്പിന്റെ ഈ അങ്കത്തട്ടിൽ ഒന്നുകിൽ കാനറികൾ പാടുപാടും, അല്ലെങ്കിൽ നോർവീജിയൻ സിംഹം അവരെ വേട്ടയാടും. കഴിഞ്ഞ റൗണ്ട് ഓഫ് 32-വിൽ ജപ്പാനെതിരെ ബ്രസീൽ നടത്തിയ ത്രില്ലർ രണ്ടാം പകുതിയിലാണ് നോർവേക്കെതിരെയുള്ള മത്സരത്തിൽ ബ്രസീലിന് ഏറ്റവും വലിയ പാഠവും വിജയവഴിയും കാണിച്ചു കൊടുക്കുന്നത്. ആ മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ ബ്രസീലിനെ ഈ കളിയിൽ വലിയ രീതിയിൽ തന്നെ സഹായിക്കും. നോർവേയുടെ കനത്ത ഡിഫൻസിനെതിരെ കളി ലോക്കാവുകയാണെങ്കിൽ പ്ലാൻ ബി എപ്പോൾ എങ്ങനെ നടപ്പിലാക്കണമെന്ന് ആഞ്ചലോട്ടിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. നെയ്മറെയോ മാർട്ടിനെല്ലിയെയോ എപ്പോൾ ഇറക്കണം എന്ന് തീരുമാനിക്കാൻ ഈ അനുഭവം സഹായിക്കും. നോർവേ ടീം ഫിസിക്കലി വളരെ ശക്തരാണ്. ജപ്പാനെതിരെ സെറ്റ് പീസുകൾ ഗോളാക്കി മാറ്റിയ ആ കോൺഫിഡൻസ് നോർവേയുടെ വലിയ ഡിഫൻഡർമാർക്കെതിരെയും വായുവിൽ പോരാടാൻ ബ്രസീലിന് ആത്മവിശ്വാസം നൽകും. കളി 90 മിനിറ്റ് കഴിഞ്ഞാലും കാനറികൾക്ക് വിജയിക്കാൻ സാധിക്കുമെന്ന് മാനസികമായ കരുത്ത് ഈ മത്സരം അവർക്ക് നൽകി. നോർവേ കളി എത്ര ഡിഫൻസീവ് ആക്കിയാലും അവസാന വിസിൽ വരെ സമ്മർദ്ദമില്ലാതെ പോരാടാൻ ഇത് ബ്രസീലിനെ സഹായിക്കും. നോർവേയുടെ പക്കൽ ഏർലിംഗ് ഹാലൻഡ് ഉള്ളത് കൊണ്ട് തന്നെ കൗണ്ടർ അറ്റാക്കുകൾ എത്രത്തോളം അപകടകരമാണെന്ന് ബ്രസീലിന് അറിയാം. ജപ്പാൻ തന്ന മുന്നറിയിപ്പ് കാരണം നോർവേക്കെതിരെ ബ്രസീൽ ഡിഫൻസ് കൂടുതൽ ജാഗ്രതയോടെ ആയിരിക്കും കളിക്കുക. ജപ്പാനെതിരെയുള്ള രണ്ടാം പകുതി ബ്രസീലിനെ വെറും ഒരു വിജയം മാത്രമല്ല പഠിപ്പിച്ചത്, മറിച്ച് വീണിപ്പോയേക്കാവുന്ന ഒരു വലിയ മത്സരത്തിൽ നിന്ന് എങ്ങനെ തന്ത്രപരമായി തിരിച്ചു വരാം എന്ന് കൃത്യമായ മാസ്റ്റർ പ്ലാനാണ് അത് ആഞ്ചലോട്ടിക്ക് നൽകിയത്. ഇവിടെയാണ് നമ്മൾ ചരിത്രത്തിൽ താളുകൾ മറിച്ചു നോക്കേണ്ടത്. ഫുട്ബോൾ ലോകത്ത് ബ്രസീലിന് ഇതുവരെ തോൽപ്പിക്കാൻ കഴിയാത്ത ഒരേ ഒരു രാജ്യം ഏതാണെന്നറിയാമോ? അത് ജർമ്മനിയല്ല, അർജന്റീനയല്ല, അത് നോർവേയാണ്. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ചരിത്രത്തിൽ ഇരു ടീമുകളും 4 തവണ ഏറ്റുമുട്ടിയപ്പോൾ 2 തവണ നോർവേ ജയിച്ചു. 2 മത്സരം സമനിലയിലായി. ബ്രസീലിന് നോർവേക്കെതിരെ ഒരൊറ്റ വിജയം പോലുമില്ല. പ്രത്യേകിച്ച് 1998 ലോകകപ്പിൽ റൊണാൾഡോ നസാരിയോയുടെ ബ്രസീലിനെ നോർവേ അട്ടിമറിച്ച ചരിത്രം ഇന്നും ബ്രസീൽ ആരാധകരുടെ മനസ്സിൽ ഒരു കനലായി അവശേഷിക്കുന്നുണ്ട്. ഇന്ന് ആ 28 വർഷത്തെ കറുത്ത ശാപത്തിന് അറുതി വരുത്താൻ കൂടിയാണ് സെലസാവോ പടയിറങ്ങുന്നത്. നോർവേ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഏതൊരു ഡിഫൻഡറുടെയും നെഞ്ചിൽ ഭയം നിറക്കുന്ന ഒരു പേരുണ്ട്: ഏർലിംഗ് ബ്രൂട്ട് ഹാലൻഡ്. പെട്ടി പബ്ലിക് ശത്രുവായ ആ ഗോൾ മെഷീനെ എങ്ങനെ പൂട്ടും? അവിടെയാണ് ലോകത്തിലെ ഏറ്റവും മികച്ച തന്ത്രശാലിയായ കാർലോ ആഞ്ചലോട്ടിയുടെ മാസ്റ്റർ ക്ലാസ് പ്ലാൻ വരുന്നത്. ആഞ്ചലോട്ടി ഇന്ന് തന്റെ മധ്യനിരയെ ഒരു ഇരുമ്പ് കോട്ടയാക്കി മാറ്റും. ബ്രൂണോ ഗെയ്മറസിനെയും കസമിറോയും ഉപയോഗിച്ച് ഹാലൻഡിനെ എത്തുന്ന പന്തുകളുടെ സപ്ലൈ ലൈൻ അവർ പൂർണ്ണമായും കട്ട് ചെയ്യും. നോർവേയുടെ വിങ്ങർമാരെയും മിഡ്ഫീൽഡർമാരെയും ഒരു ഇഞ്ച് പോലും ഫ്രീ ആയി വിടാതെ ബ്രസീലിന്റെ മിഡ്ഫീൽഡ് ലോക്ക് ചെയ്യും. ഹാലൻഡിലേക്ക് പന്തെത്തിയില്ലെങ്കിൽ പിന്നെ നോർവേയുടെ പകുതി ജീവൻ അവിടെ തന്നെ പോകും. ഇനി മിഡ്ഫീൽഡ് തകർത്ത് പന്ത് ബോക്സിലേക്ക് എത്തിയാലോ? അവിടെ നോർവീജിയൻ സിംഹത്തെ കാത്ത് ഒരു വേട്ടക്കാരൻ നിൽപ്പുണ്ട്: ഗബ്രിയേൽ മഗാലസ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഹാലൻഡിനെതിരെ കളിച്ച് കൃത്യമായ ഹോംവർക്കുള്ള ഡിഫൻഡറാണ് ഗബ്രിയേൽ. ഹാലൻഡിന്റെ ഫിസിക്കൽ കരുത്തിനെ അതേ കരുത്തുകൊണ്ട് നേരിടാൻ ഗബ്രിയേലിന് സാധിക്കും. മാർക്കിങ്ങിലെ കൃത്യതയും വായുവിൽ ഉയർന്നു ചാടാനുള്ള കഴിവും ഉപയോഗിച്ച് ഹാലൻഡിനെ തന്റെ പോക്കറ്റിലാക്കാൻ ഗബ്രിയേലിന് ആഞ്ചലോട്ടി പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് ഗബ്രിയേൽ ഒരു പാറ പോലെ ഉറച്ചു നിന്നാൽ ഹാലൻഡിന് കണ്ണീരോടെ മടങ്ങേണ്ടി വരും. പ്രതിരോധം കഴിഞ്ഞാൽ ഇനി ബ്രസീലിന് ആക്രമണമാണ്. നോർവേയുടെ സ്ലോ ആയ പ്രതിരോധ നിരയെ തകർത്തെറിയാൻ ബ്രസീലിന്റെ പക്കലുള്ള ഏറ്റവും വലിയ ആയുധം വിനീഷ്യസ് ജൂനിയർ. ഇടത് വിങ്ങിലൂടെ വിനി നടത്തുന്ന ആ കൊടുങ്കാറ്റ് പോലുള്ള മുന്നേറ്റങ്ങൾ നോർവേയുടെ ഡിഫൻസിനെ കീറിമുറിക്കും.
തന്റെ അസാധ്യമായ വേഗതയും സ്കില്ലുകളും ഉപയോഗിച്ച് നോർവേയുടെ റൈറ്റ് ബാക്കിനെ വിനി ഇന്ന് ശരിക്കും വെള്ളം കുടിപ്പിക്കും. വിനിയുടെ അസിസ്റ്റുകളും കട്ട് ഇൻ ഷോട്ടുകളും നോർവേയുടെ ബോക്സിനുള്ളിൽ വൻ നാശനഷ്ടങ്ങൾ വിതയ്ക്കുമെന്ന് ഉറപ്പാണ്. ഡിഫൻസ് പൊളിക്കാൻ വിനി തനിച്ചൊരു സൈന്യമാണ്. കാർലോ ആഞ്ചലോട്ടിയുടെ യുദ്ധതന്ത്രങ്ങൾ നോർവേയുടെ ഗെയിം പ്ലാനിൽ എങ്ങനെ വലിയ സ്വാധീനം ചെലുത്തുമെന്ന് വിശദമായി പരിശോധിക്കാം. നോർവേയുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് അവരുടെ പവർ ഫുട്ബോളും ഏർലിംഗ് ഹാലൻഡ് എന്ന ഗോൾ മെഷീനുമാണ്. എന്നാൽ ബ്രസീലിന്റെ പരിശീലകനായ ആഞ്ചലോട്ടി തന്റെ തന്ത്രങ്ങൾ കൊണ്ട് നോർവേയുടെ ഈ കരുത്തിനെ എങ്ങനെയാണ് ഇല്ലാതാക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ദ മിഡ്ഫീൽഡ് ലോക്ക്. നോർവേയുടെ പ്രധാന കളിശൈലി എന്ന് പറയുന്നത് മധ്യനിരയിൽ നിന്ന് പന്ത് വേഗത്തിൽ വിങ്ങുകളിലേക്കോ അല്ലെങ്കിൽ നേരിട്ട് ഹാലൻഡിലേക്കോ എത്തിക്കുക എന്നതാണ്. എന്നാൽ ആഞ്ചലോട്ടി ബ്രസീലിന്റെ മധ്യനിരയെ ഒരു ഇരുമ്പ് കോട്ട പോലെ കോമ്പാക്റ്റായി 4-4-2 ബ്രൂണോ ഗൊയ്മറസ്, കാസമിറോ അല്ലെങ്കിൽ തുടങ്ങിയ താരങ്ങളെ ഉപയോഗിച്ച് നോർവേയുടെ പാസിംഗ് ലൈനുകൾ പൂർണ്ണമായും ബ്ലോക്ക് ചെയ്യും. ഹാലൻഡിലേക്ക് പന്തെത്താൻ സഹായിക്കുന്ന മാർട്ടിൻ ഒഡിഗാർഡിനെ പോലെയുള്ള നോർവീജിയൻ മിഡ്ഫീൽഡർമാരെ കൃത്യമായി മാർക്ക് ചെയ്ത് പൂട്ടുന്നതോടെ ഹാലൻഡിലേക്ക് എത്തുന്ന പന്തുകളുടെ എണ്ണം കുറയും. ഗബ്രിയൽ മാഗലസിന്റെ ഡിഫൻസീവ് വാൾ. ഹാലൻഡിനെ ശാരീരികമായി നേരിടാൻ ഏറ്റവും അനുയോജ്യനായ താരം ആഴ്സണലിന്റെ ഗബ്രിയൽ മാഗലസ് ആണെന്ന് ആഞ്ചലോട്ടിക്ക് അറിയാം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഹാലൻഡിനെതിരെ കളിച്ച് വലിയ പരിചയമുള്ള ഡിഫൻഡറാണ് ഗബ്രിയൽ. ഹാലൻഡിന് ബോക്സിനുള്ളിൽ ഒരടിയോ സ്പേസോ നൽകാതെ ഗബ്രിയൽ മാൻ മാർക്കിംഗ് തന്ത്രം ഉപയോഗിക്കും. വായുവിലൂടെ വരുന്ന ലോങ് ബോളുകളെ ഗബ്രിയലിന്റെ ഫിസിക്കൽ കരുത്ത് ഉപയോഗിച്ച് തടുന്നതോടെ നോർവേയുടെ പ്രധാന അറ്റാക്കിംഗ് രീതി പരാജയപ്പെടുന്നു. സുരക്ഷിതമായ സാമ്പ. പഴയ ബ്രസീൽ ടീമുകൾ ആക്രമണത്തിന് അമിത പ്രാധാന്യം നൽകി പ്രതിരോധത്തിൽ വിള്ളലുകൾ വരുത്താറുണ്ടായിരുന്നു. എന്നാൽ ആഞ്ചലോട്ടി ബ്രസീൽ ടീമിന് ഒരു സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കുകയാണ്. അദ്ദേഹം ടീമിനോട് ആവശ്യപ്പെടുന്നത് വെറുതെ മനോഹരമായി കളിക്കുക എന്നതല്ല, മറിച്ച് കൂടുതൽ കോമ്പാക്റ്റായി കളി നിയന്ത്രിക്കാനാണ്. ഡിഫൻസ് ശക്തമാക്കിയ ശേഷം മാത്രം കൗണ്ടർ അറ്റാക്കുകളിലേക്ക് പോകുക എന്നത് ആഞ്ചലോട്ടിയുടെ റിയലിസ്റ്റിക് ശൈലി നോർവേയുടെ പവർ ഗെയിമിന് കടുത്ത വെല്ലുവിളിയാണ്. നോർവേയുടെ പ്രതിരോധ നിര പൊതുവെ അല്പം മന്ദഗതിയിലാണ്. ഇത് മുതലെടുക്കാൻ ആഞ്ചലോട്ടി തന്റെ വിങ്ങർമാരായ വിനീഷ്യസ് ജൂനിയർ, റയാൻ എന്നിവർക്ക് കൃത്യമായി നിർദ്ദേശം നൽകും. പന്ത് കിട്ടുന്ന നിമിഷം തന്നെ ഒട്ടും സമയം കളയാതെ അതിവേഗമായി മുന്നോട്ട് പാസ് ചെയ്യുക എന്നതാണ് ആഞ്ചലോട്ടിയുടെ തന്ത്രം. വിനിയുടെ അസാധ്യ വേഗതയ്ക്ക് മുന്നിൽ നോർവേയുടെ പ്രതിരോധം തകർന്നടിയും. നെയ്മർ എന്ന സർപ്രൈസ് ആയുധം. നോർവേ ഒരു പക്ഷേ വിനിയെയും എൻട്രിക്കിനെയും പൂട്ടാൻ പ്ലാൻ തയ്യാറാക്കുമ്പോൾ ആഞ്ചലോട്ടി തന്റെ കയ്യിലെ അവസാനത്തെ തുറപ്പിച്ചിട്ട് പുറത്തെടുക്കും. നെയ്മർ ജൂനിയർ. നെയ്മറെ കളിയിലുടനീളം ഉപയോഗിച്ച് ക്ഷീണിപ്പിക്കുന്നതിന് പകരം രണ്ടാം പകുതിയിൽ നോർവേ ടീം തളരുമ്പോൾ ഒരു സർപ്രൈസ് സബ്സ്റ്റിറ്റ്യൂട്ടായി ഇറക്കാനാണ് ആഞ്ചലോട്ടിയുടെ തീരുമാനം. നോർവേ ഡിഫൻസ് പ്രതീക്ഷിക്കാത്ത നിമിഷത്തിൽ നെയ്മറുടെ മാന്ത്രിക പാസുകളും ഫ്രീ കിക്കുകളും കളിയുടെ ഫലം ബ്രസീലിന് അനുകൂലമാക്കി മാറ്റും. ഈ 2026 ലോകകപ്പിൽ നോർവേക്കെതിരെയുള്ള പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ നെയ്മർ ജൂനിയറിന്റെ സാന്നിധ്യം കളിയെ ബ്രസീലിന് അനുകൂലമാക്കി മാറ്റും. പരിക്കിൽ നിന്ന് പൂർണ്ണമുക്തനായി വരുന്ന നെയ്മറെ കാർലോ ആഞ്ചലോട്ടി രണ്ടാം പകുതിയിലെ സർപ്രൈസ് ആയുധമാക്കി ഉപയോഗിക്കാനാണ് സാധ്യത കൂടുതൽ. ഇങ്ങനെ വരുമ്പോൾ നെയ്മർ ചെലുത്താൻ പോകുന്ന പ്രധാന സ്വാധീനങ്ങൾ. വിനി റയാൻ സംഘത്തിന് കിട്ടുന്ന സ്വാതന്ത്ര്യം കൂടും. നോർവേയുടെ ഡിഫൻസീവ് നിലവിൽ വിനീഷ്യസ് ജൂനിയറിന്റെയും റയാന്റെയും വേഗതയെ തടയാൻ വേണ്ടി മാത്രമാകും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എന്നാൽ കളിയിലേക്ക് നെയ്മർ കൂടി ഇറങ്ങുന്നതോടെ നോർവേയുടെ പ്രതിരോധ നിരയുടെ ശ്രദ്ധ മാറും. നെയ്മറെ മാർക്ക് ചെയ്യാൻ നോർവേ പ്രതിരോധക്കാർ കൂടുതൽ ആളുകളെ നിയോഗിക്കേണ്ടി വരും. ഇത് വിനിക്കും എൻട്രിക്കിനും ബോക്സിനുള്ളിൽ കൂടുതൽ സ്പേസ് ലഭിക്കാൻ കാരണമാകും. മാന്ത്രിക പാസുകളും കളി നിയന്ത്രണവും. നോർവേ അവരുടെ ഫിസിക്കൽ കരുത്ത് ഉപയോഗിച്ച് ബ്രസീലിന്റെ മിഡ്ഫീൽഡിനെ ഒതുക്കാൻ ശ്രമിക്കുമ്പോൾ കളിക്ക് കൺട്രോളും ക്രിയേറ്റിവിറ്റിയും കൊണ്ടുവരാൻ നെയ്മർക്ക് സാധിക്കും. വൺ ടച്ച് പാസുകളിലൂടെയും അപ്രതീക്ഷിതമായ ത്രൂ ബോളുകളിലൂടെയും നോർവേയുടെ കനത്ത പ്രതിരോധ കോട്ടയെ ഒറ്റ നിമിഷം കൊണ്ട് കീറിമുറിക്കാൻ നെയ്മറുടെ വിഷൻ സഹായിക്കും. കളിയുടെ താളം ബ്രസീലിന്റെ നിയന്ത്രണത്തിലാക്കാൻ നെയ്മറുടെ സാന്നിധ്യത്തിന് കഴിയും. ബോക്സിന് പുറത്തുള്ള ഭീഷണി. നോർവേ ഡിഫൻഡർമാർ ബോക്സിനുള്ളിലേക്ക് വരുന്ന പന്തുകൾ ഹെഡ് ചെയ്ത് അകറ്റാൻ മിടുക്കരാണ്. അത്തരം സാഹചര്യങ്ങളിൽ ബോക്സിന് പുറത്തുനിന്ന് കളി തിരിക്കാൻ നെയ്മർക്കറിയാം. ഫൗളുകൾ ചോദിച്ചു വാങ്ങാനും ഡേഞ്ചറസ് പൊസിഷനുകളിൽ ഫ്രീ കിക്കുകൾ നേടാനും നെയ്മർ മിടുക്കനാണ്. നെയ്മർ എടുക്കുന്ന ഫ്രീ കിക്കുകളും കോർണറുകളും ഗബ്രിയൽ മഗലസിനെ
പോലുള്ള ഡിഫൻഡർമാർക്ക് ഹെഡ് ചെയ്ത് ഗോളാക്കാനുള്ള മികച്ച അവസരങ്ങൾ ഒരുക്കും. അതേപോലെ മാനസിക മേധാവിത്വം ഒരു ലോകകപ്പ് നോക്കൌട്ട് മത്സരം തരുന്ന സമ്മർദ്ദം അതിജീവിക്കാൻ ടീമിലെ ഏറ്റവും പരിചയസമ്പന്നനായ നെയ്മറുടെ സാന്നിധ്യം ബ്രസീൽ യുവനിരക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. നെയ്മർ വാമപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നോർവേ ക്യാമ്പിൽ ഭയവും ബ്രസീൽ ആരാധകരിലും കളിക്കാരിലും വലിയൊരു ആവേശവും നിറയും. ചുരുക്കത്തിൽ ആദ്യ പകുതിയിൽ നോർവേയുടെ പ്രതിരോധം ബ്രസീലിനെ തളക്കാൻ ശ്രമിച്ചാലും രണ്ടാം പകുതിയിൽ ആഞ്ചലോട്ടി നെയ്മറെ കളത്തിലിറക്കുന്നതോടെ നോർവേയുടെ എല്ലാ പ്ലാനുകളും തെറ്റും. കളി സമനിലയിൽ കുരുങ്ങിക്കിടക്കുകയാണെങ്കിൽ ഒരൊറ്റ മാന്ത്രിക നിമിഷം കൊണ്ട് കളി ബ്രസീലിന് അനുകൂലമാക്കാൻ നെയ്മറുടെ ഇമ്പാക്റ്റിന് സാധിക്കും. അങ്ങനെയെങ്കിൽ ഈ മത്സരത്തിൽ ആർക്കാണ് വിജയ സാധ്യത കൂടുതൽ? ചരിത്രം നോർവേക്കൊപ്പമാണെങ്കിലും നിലവിലെ ടീമിന്റെ കരുത്തും കാർലോ ആഞ്ചലോട്ടിയുടെ തന്ത്രങ്ങളും വെച്ച് ബ്രസീലിനാണ് വിജയ ശതമാനം കണക്കാക്കുന്നത്. ഈ മത്സരത്തിലെ ഏറ്റവും വലിയ കീ ഫാക്ടർ എന്ന് പറയുന്നത് ഗബ്രിയേൽ മഗല്ലസ് ഹാലൻഡ് പോരാട്ടവും നെയ്മറിന്റെ ഇമ്പാക്റ്റുമായിരിക്കും. നിങ്ങളുടെ പ്രവചനം എന്താണ്? ഹാലൻഡ് ബ്രസീലിനെ തകർക്കുമോ, അതോ നെയ്മറും വിരിയും ചേർന്ന് സാമ്പ താളത്തിൽ നോർവേയെ തരിപ്പണമാക്കുമോ? ഒരു കാര്യം ആലോചിച്ചു നോക്കൂ. നോക്കൌട്ട് സ്റ്റേജിലെ അവസാന മിനിറ്റ്. ശ്വാസമടക്കി പിടിച്ച് ലോകം മൊത്തം TV സ്ക്രീനിലേക്ക് നോക്കി നിൽക്കുന്നു. ഒരു വശത്ത് ഈ ഭൂമിയിലെ ഏറ്റവും സുന്ദരമായ ഫുട്ബോൾ കളിക്കുന്ന സാമ്പ പടയാളികൾ, മറുവശത്ത് ആരെയും കീറിമുറിക്കാൻ കെൽപ്പുള്ള വടക്കൻ യൂറോപ്പിലെ ക്രൂരന്മാരായ വൈക്കിങ്ങുകൾ. ഇതൊരു വെറും ഫുട്ബോൾ മത്സരമല്ല, ഇത് കോടിക്കണക്കിന് മനുഷ്യരുടെ വികാരമാണ്. കളിക്കളത്തിൽ എന്ത് തന്ത്രങ്ങൾ മെനഞ്ഞാലും അവസാന സെക്കൻഡിൽ വിധി നിശ്ചയിക്കുന്നത് ഒരൊറ്റ മാന്ത്രിക നിമിഷമായിരിക്കും. ഒന്നുകിൽ മഞ്ഞപ്പടയുടെ സുൽത്താൻമാർ ചരിത്രം തിരുത്തും, അല്ലെങ്കിൽ നോർവീജിയൻ സിംഹം വന്ന് കാനറികളെ വേട്ടയാടും. ഇതിൽ ഏത് സംഭവിച്ചാലും ഫുട്ബോൾ ലോകം ഇന്ന് വരെ കാണാത്ത ഒരു വിരുന്ന് നമുക്ക് ഉറപ്പാണ്. നിങ്ങൾ ശരിക്കും ഒരു ഫുട്ബോൾ ഫാൻ ആണെങ്കിൽ ഈ ഒരു മത്സരം നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മിസ് ചെയ്യരുത്. വിസിൽ മുഴങ്ങാൻ ഇനി അധികം സമയമില്ല. നിങ്ങളുടെ പ്രവചനം ഇപ്പോൾ തന്നെ താഴെ കമന്റ് ബോക്സിൽ ഇടുത്തി പോലെ രേഖപ്പെടുത്തൂ. ആരാണ് റൗണ്ട് ഓഫ് 16 കടന്ന് ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറുന്നത്? നെയ്മർ ജൂനിയറിന്റെ സാക്ഷാൽ ബ്രസീലാണോ, അതോ ഏർലിംഗ് ഹാലൻഡിന്റെ നോർവേ ആണോ? ആരായിരിക്കും ഈ മത്സരത്തിലെ വിജയി? നിങ്ങളുടെ പ്രവചനം താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക.